കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘു ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 5ാം സർഗം കഴിഞ്ഞു. അഹല്യാസ്തുതിയോടുകൂടി 5ാം സർഗം കഴിഞ്ഞു. അഹല്യാസ്തുതിയും കഴിഞ്ഞുല്ലോ. ഇനി നമുക്ക് നോക്കാം 6ാം സർഗത്തിലേക്ക് കടക്കുകയാണ്. ബാലകാണ്ഡത്തിലത്തെ ശ്രീ മഹാദേവ ഉവാച. ശിവൻ പാർവതിയോട് പറയുകയാണ്. അങ്ങനെയാണല്ലോ കഥ. വിശ്വാമിത്രോഥ തം പ്രാഹ രാഘവം സഹ ലക്ഷ്മണം ഗച്ഛാമോ വത്സ മിഥിലാം ജനകേനാഭിപാലിതം. അപ്പോൾ ശിവൻ പറയാണ്, അഥ വിശ്വാമിത്ര അനന്തരം വിശ്വാമിത്രൻ ജനകേന അഭിപാലിതാം മിഥിലാം ജനകനാൽ ഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരിപാലിക്കപ്പെടുന്ന മിഥിലയെ വത്സ വയം ഗച്ഛാമ ഹേ വത്സ നമ്മൾക്ക് പോവുക, നമുക്ക് അങ്ങോട്ട് പോവുക, നമുക്ക് ലങ്കയെ പ്രാപിക്കാം എന്ന് സഹ ലക്ഷ്മണം രാമം പ്രാഹ ലക്ഷ്മണനോട് കൂടിയ രാമനോട് പറഞ്ഞു എന്ന്. അതായത് ശിവഭഗവാൻ പറഞ്ഞു ശ്രീ പാർവതിയോട് ഇങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം അഹല്യാമോക്ഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം വിശ്വാമിത്രൻ ലക്ഷ്മണനോട് കൂടിയ ശ്രീരാമനോട് പറഞ്ഞു നമുക്ക് ജനകൻ്റെ രാജധാനിയിലേക്ക് ആയിട്ടുള്ള മിഥില രാജധാനിയിലേക്ക് നമുക്ക് പോവാം എന്ന് പറയണമെന്ന് പറഞ്ഞു എന്ന്. ഇനി അതെന്താ വെച്ചിട്ടുണ്ടോ, ഈ ശ്രീരാമനും ലക്ഷ്മണനും യുവരാജാവൊക്കെ ആയിട്ട് ഭരണാധികാരത്തിൻ്റെ ചുമതലയൊക്കെ കുറേശ്ശെ ഏൽക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വളരെ ഉത്കൃഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരെ കാണുന്നത് നല്ലതാണ്. അപ്പോൾ അവരിൽ നിന്ന് വല്ലതും പഠിക്കാമല്ലോ. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണൻ ഇവരായിട്ട് വാഴിച്ചിട്ടൊന്നുമില്ല, യുവരാജാക്കന്മാരായിട്ട് വാഴിച്ചിട്ടില്ല. പക്ഷേ താമസിയാതെ അത് വേണമല്ലോ, പഠിപ്പൊക്കെ കഴിഞ്ഞൂല. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിന് മുമ്പേ ജനക മഹാരാജാവിനെ പോലുള്ള ഒരു രാജാവിൻ്റെ രാജ്യത്ത് പോയിട്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ള കാണുന്നതൊക്കെ നല്ലതാണല്ലോ എന്നും കൂടി വിചാരിച്ചിട്ടാണ് അതുകൊണ്ടാണ് അത്രേ ജനകേനാഭിപാലിതാം എന്ന് പറഞ്ഞത്. ആ വാക്കുപയോഗിച്ച വ്യാസനെ, അതായത് ജനകനാൽ പരിപാലിക്കപ്പെടുന്ന വേണ്ട പോലെ പരിപാലിക്കപ്പെടുന്ന മിഥിലയിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാമല്ലോ നല്ലൊരു രാജാവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെ നല്ല രാജാവിനാൽ ഭരിക്കപ്പെടുന്ന രാജ്യം എങ്ങനെ ഇരിക്കുന്നൊക്കെ മനസ്സിലാക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ദൃഷ്ട്വാ ക്രതുവരം പശ്ചാദയോധ്യാം ഗന്ധുമർഹസി ഇത്യുക്ത്വാ പ്രയൗ ഗംഗാമുത്തർത്തും സഹ രാഘവ. ക്രതുവരം ദൃഷ്ട്വ, അതായത് യാഗത്തെ അവിടെ കേമായിട്ടുള്ളൊരു യാഗം കണ്ടുകൊണ്ട് പശ്ചാത് അയോധ്യാം ഗന്ധും അർഹസി, അത് കഴിഞ്ഞിട്ട് അവിടെ കേമായിട്ടൊരു യാഗം നടക്കുന്നുണ്ട് മിഥിലയിലെ. അത് കണ്ടതിന് ശേഷം പശ്ചാത് മീൻസ് അതിന് ശേഷം അയോധ്യാം ഗന്ധുമർഹസി നമുക്ക് അയോധ്യയിലേക്ക് തന്നെ മടങ്ങണം. ഇതി ഉക്ത്വ ഇപ്രകാരം പറഞ്ഞിട്ട് എന്താ സഹ രാഘവ രാമനോട് കൂടെ ഗംഗാം ഉത്തർത്തും പ്രയവും ഗംഗ കടക്കാനായിക്കൊണ്ട് അവർ നടന്നു. അപ്പോൾ നമുക്ക് പോവുക മിഥിലയിലേക്കെന്ന് പറഞ്ഞില്ല കഴിഞ്ഞ ശ്ലോകത്തിൽ. അപ്പോൾ പിന്നെ വിശ്വാമിത്രൻ പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ മിഥിലയിൽ വളരെ കേമായിട്ടൊരു യാഗം ജനകൻ നടത്തുന്നുണ്ട്, അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അയോധ്യയിലേക്ക് തന്നെ തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് മിഥിലയിലേക്ക് പോകാനായിട്ട് ഗംഗാ നദി കടക്കാനായിട്ട് അവിടെ എത്തി. ഗംഗയുടെ തീരത്തെത്തി എന്നർത്ഥം. അപ്പോൾ നമുക്ക് 2 വായിച്ചിട്ട് 3ലേക്ക് പോവാം. ദൃഷ്ട്വാ ക്രതുവരം പശ്ചാത്, അതായത് ക്രതുവരം യജ്ഞമാണ്, യജ്ഞം ദൃഷ്ട്വ കണ്ടതിന് ശേഷം പശ്ചാത് അയോധ്യാം ഗന്ധുമർഹസി
ഇത്യുക്ത്വാ പ്രയയൗ ഗംഗാം ഉത്തർത്തും സഹ രാഘവ. ഗംഗ കടക്കാൻ റെഡിയായി. തസ്മിൻ കാലേ നാവികേന നിഷിദ്ധോ രഘുനന്ദന. അതെ, അപ്പോൾ ഒരു വരിയായിട്ട് പറഞ്ഞിട്ടൊക്കെയാണത്. ആ കാലത്ത്, തസ്മിൻ കാലച്ച ആ കാലത്ത്, നാവികേന തോണി കടത്തുന്നവനാൽ രഘുനന്ദന നിഷിദ്ധ, രാമൻ നിഷേധിക്കപ്പെട്ടു. അതായത് തോണിയിൽ കയറാൻ ഭാവിച്ചപ്പോൾ തോണിക്കാരൻ ശ്രീരാമനോട് കയറണ്ട പറഞ്ഞു. തോണി അക്കരയ്ക്ക് കടത്താൻ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്കും അക്കരയിൽ നിന്ന് ഇക്കരയ്ക്കും കടത്താൻ തോണിക്കാരുണ്ടാവും. ഗംഗയിലൊക്കെ നീന്തി കിടക്കാനൊന്നും പറ്റിയ നല്ല വീതി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇവർ ഗംഗ കടക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഒരു തോണിക്കാരൻ വന്നു. ആ തോണിക്കാരൻ ഭഗവാൻ അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ കയറണ്ട പറഞ്ഞു. ആരെങ്കിലും പറയുമോ അങ്ങനെ? ഭഗവാനല്ലേ. അപ്പം നീ കേൾക്കണം. ക്ഷാളയാമി തവ പാദ പങ്കജം. അത് ആ കടത്തുകാരൻ പറയാട്ടോ. ക്ഷാളയാമി തവ പാദ പങ്കജം നാഥ ദാരുദൃശദോ കിമന്തരം മാനുഷീകരണ പൂർണ്ണമസ്തിതേ പാദയോരിതി കഥ പ്രധീയസി. തമാശയാണ്. എന്താ അറിയോ? തവ പാദപങ്കജം ക്ഷാളയാമി, അങ്ങയുടെ പാദപത്മത്തെ ഞാനൊന്ന് കഴുകട്ടെ. ആദ്യം അങ്ങ് ശ്രീരാമനോട് കയറാൻ തുടങ്ങിയപ്പോൾ വരട്ടെ പറഞ്ഞു. ഞാനൊന്ന് അങ്ങയുടെ പാദം ആദ്യം കഴുകിക്കട്ടെ പറഞ്ഞു. നാഥ ദാരു ദൃഷദോഹോ കിം അന്തരം. മരത്തിനും കല്ലിനും എന്താ വ്യത്യാസമുള്ളത്? എന്താ പറയാൻ കാരണം എന്ന് പറയാട്ടോ. തേ പാദയോഹോ, അങ്ങയുടെ പാദങ്ങളിൽ മാനുഷീകരണം പൂർണ്ണം അസ്തി, മനുഷ്യനാക്കി തീർക്കുന്ന പൊടിയുണ്ട്. അങ്ങയുടെ കാലുമ്പിൽ എന്തെങ്കിലും തൊട്ടാൽ അതിനെ മനുഷ്യനാക്കാൻ ശക്തിയുള്ള പൊടി, അതായത് പാദരജസ്, അങ്ങയുടെ പാദരജസ്, പാദത്തിലുള്ള പൊടി എന്തിനെങ്കിലും തൊട്ടാൽ അതിനെ മനുഷ്യനാക്കി തീർക്കാൻ ശക്തിയുള്ള പൊടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രധീയസി, ആ വാർത്ത പ്രസിദ്ധമായിരുന്നു. എന്താ അറിയോ? ഇയാൾ കയറണ്ട പറഞ്ഞത്, ഈ ഗൗതമൻ്റെ ആശ്രമത്തിൽ പോയിട്ട് ആ കല്ല്, ഒരു വെറും കല്ലായി കിടന്നിരുന്ന ഒരു കല്ലിനെ ഭഗവാന്റെ പാദരജസ് സ്പർശിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ആ കല്ല് ഒരു മനുഷ്യ സ്ത്രീയായി, അഹല്യയായി. ആ കഥ ഈ തോണിക്കാരൻ കേട്ടിരുന്നു. അപ്പം തോണിക്കാരൻ ഭഗവാൻ കയറാൻ നേരത്തെ അയ്യോ കയറാൻ വരട്ടെ, ഞാൻ ആ കഴുകിയിട്ട് കാലുമ്പിലത്തെ പൊടിയൊക്കെ ഒന്ന് കളയട്ടെ അങ്ങയുടെ. കാരണം അങ്ങ് കല്ല് തൊട്ടപ്പോൾ അതൊരു മനുഷ്യരൂപമായി, സ്ത്രീ രൂപമായി. ഇനി എൻ്റെ തോണി അങ്ങയുടെ പാദസ്പർശം ഏറ്റാൽ എൻ്റെ തോണി ഒരു സ്ത്രീയായാൽ ഞാൻ തിരിഞ്ഞു. എൻ്റെ ഉപജീവനമാർഗം അതെ. തോണി ഒരു സ്ത്രീ അങ്ങടായാൽ പിന്നെ ആ സ്ത്രീ നോക്കും വേണം അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തോണിക്കാരൻ പറഞ്ഞത് മുക്കുവനോ ആരാച്ചാരാ തോണിക്കാരൻ പറഞ്ഞു വരട്ടെ കയറാൻ, ഞാനൊന്ന് ആ പാദം കഴുകിച്ചിട്ട് അതിലത്തെ പൊടികൾ, ആ പാദത്തിലത്തെ മണ്ണൊന്ന് കംപ്ലീറ്റ്ലി കളയട്ടെ. കാരണം ഇതിനു മുമ്പ് ഒരു ശില തൊട്ടപ്പോൾ അത് സ്ത്രീ രൂപമായി തീർന്നു എന്നുള്ള പ്രസിദ്ധമാണ്. അപ്പോൾ അത് ഞങ്ങളൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് അങ്ങ് ഇനിയിപ്പോൾ ഈ എന്താ ഇപ്പോൾ കല്ലും മരവും കൂടി വ്യത്യാസം. അപ്പം എൻ്റെ ഈ മരം കൊണ്ടുള്ള തോണിയിൽ അങ്ങയുടെ പാദസ്പർശം ഏറ്റു, അതൊരു സ്ത്രീ ആയാൽ എൻ്റെ കഥ വലിയ കഷ്ടത്തിലാവും എന്ന് പറഞ്ഞു. എന്തൊരു തമാശയായിട്ടുള്ള ഒരു ഇതാണെന്നറിയോ? ഇതൊന്നും വാൽമീകി രാമായണത്തിലില്ല. ക്ഷാളയാമി തവ പാദപങ്കജം നാഥദാരുദൃശദോ കിമന്തരം മാനുഷീകരണ പൂർണ്ണമസ്തിതേ പാദയോരിതി കഥ പ്രധീയസി. ആ കഥ പ്രസിദ്ധമാണ്. ഏത്? ശില തൊട്ടപ്പോൾ സ്ത്രീരൂപമായിന്ന്. അപ്പം ഇനിയിപ്പോൾ എന്താ ഉറപ്പ്? ഈ തോണി തൊട്ടാൽ സ്ത്രീരൂപമാവില്ല എന്ന്. ഇനി 4 പാദാംബുജം തേ വിമലം ഹി കൃത്വാ പശ്ചാത്പരം തീരമഹം നയാമി നോ ചേത്തരി സദ്യുവതി മലേന സ്യാച്ചേദ്വിഭോ വിദ്ധി കുടുംബഹാനി. അതുകൊണ്ട് തേ പാദാംബുജം, അങ്ങയുടെ പാദങ്ങളെ വിമലം കൃത്വ, ഞാനൊന്ന് പൊടിയില്ലാത്തതായിട്ട് കഴുകിയെടുക്കട്ടെ. പശ്ചാത്പരം
തീരം അഹം നയാമി. അതിനുശേഷം ഞാൻ മറ്റേ കരയ്ക്ക് എത്തിക്കാം അങ്ങേ, ഗംഗ തരണം ചെയ്ത് മറ്റേ കരയിൽ എത്തിക്കാം അങ്ങേ ഞാൻ. പക്ഷെ ആദ്യം അങ്ങയുടെ കാലുമ്പിലത്തെ പൊടി നിശേഷം ഞാനൊന്ന് കളയട്ടെ കഴുകിയിട്ട്. പിന്നെ അതാണ്, അതിനുശേഷം ഞാൻ അങ്ങേ അക്കരയ്ക്ക് എത്തിക്കാം. നോച്ചയിൽ അല്ലെങ്കിൽ മലേന പൊടി കൊണ്ട് തരി സദ്യുപതി സ്യാൽ ചേൽ, തോണി ഒരു സുന്ദരിയായിട്ട് സ്ത്രീയായിട്ട് അങ്ങോട്ട് തീർന്നു വെച്ചോട്ടെ അങ്ങയുടെ പാദസ്പർശം കൊണ്ടേ, പാദത്തിലത്തെ രജസ്പർശം കൊണ്ടേ. വിഭോ ഹേ പ്രഭോ കുടുംബഹാനി വിധി, എൻ്റെ കുടുംബത്തിന് തന്നെ ദോഷാവും. എന്താ പറഞ്ഞ ഈ മുക്കുവെന്നറിയോ? അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പാദം നല്ലോണം കഴുകിയിട്ട് ഒരു പൊടിയില്ല എന്നൊന്ന് ഞാൻ ഉറപ്പാക്കട്ടെ. അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങേ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞാൻ ഗംഗയുടെ അങ്ങേ കരയ്ക്ക് എത്തിച്ചോളാം. കാരണം അങ്ങ് ഈ പൊടി എന്തെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ആ പൊടി, കാലുമ്പിലത്തെ പൊടി അല്ലെങ്കിൽ മണ്ണ് എൻ്റെ തോണിയിലോട്ടായാൽ അത് പെട്ടെന്നൊരു സുന്ദരി സ്ത്രീ ആയിട്ട് അങ്ങോട്ട് തീർന്നു. ആ കല്ലായ പോലെ, കല്ലഹല്യായ പോലെ എൻ്റെ തോണി ഒരു സുന്ദരി സ്ത്രീ ആയി തീർന്നു വെച്ചോട്ടെ, എൻ്റെ കുടുംബം പട്ടിണിയാവും. കാരണം എൻ്റെ ഉപജീവനം ഈ തോണിയാണ്. ആ തോണി ഒരു പെണ്ണായ ഓൾറെഡി ഒരു ഭാര്യയുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ രണ്ടാമതൊരു സ്ത്രീയും കൂടി നോക്കേണ്ട ഭാരാവില്ലേ? മാത്രമല്ല ഉപജീവനത്തിനുള്ള തോണി നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം എൻ്റെ കഥ വളരെ പരിങ്ങലാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് നന്നായിട്ടാണ് ഇത്, എന്തൊരു ഭാവനയാണല്ലേ വ്യാസഭഗവാന്റെ. അതുകൊണ്ട് പിന്നെ എനിക്ക് ആ പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ലോണം മേക്ക് ഷുവർ ചെയ്യട്ടെ എല്ലാ പൊടിയും കളഞ്ഞു, എന്നിട്ട് പിന്നെ ഞാൻ കൊണ്ടേക്കാം എന്ന് പറയുകയാണ്. പാദാംബുജം തേ വിമലം ഹി കൃത്വാ പശ്ചാത് പരം തീരമഹം നയാമി നോചേത്തരി സദ്യുവതി മലേന സ്യാച്ചേദ്വിഭോ വിദ്ധി കുടുംബഹാനി, എൻ്റെ കുടുംബത്തിന് ഹാനിയാവും എന്ന് പറയാണ്. പിന്നെയോ ഇത്യുക്വാക്ഷാളിതൗ പാദൗ പരം തീരം തതോ ഗതാഃ കൗശികോ രഘുനാഥേന സഹിതോ മിഥിലാം യയൗ. ഇതി ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട്, പാദൗ ക്ഷാളിതൗ, പാദങ്ങൾ നല്ലോണം കഴുകിയിട്ട്, തതപ്പരം തീരം ഗത്വ, അതിൽ പിന്നെ ശ്രീരാമനെ തോണിയിൽ കയറ്റിയിട്ട് പിന്നെ മറ്റേ അങ്ങേക്കര എത്തിച്ചു. അതിൽ പിന്നെ മറ്റേ കരയിൽ എത്തിച്ചു. കൗശിക, എന്നിട്ട് വിശ്വാമിത്രൻ രഘുനാഥേന സഹിത, അതായത് ഭഗവാനോട് കൂടി, ശ്രീരാമചന്ദ്രസ്വാമിയോട് കൂടി മിഥിലാം യയൗ, മിഥിലയെ പ്രാപിച്ചു. അങ്ങനെ അപ്പം ശ്രീരാമനൊന്നും മിണ്ടിയില്ല, വേണ്ടാന്നൊന്നും പറഞ്ഞില്ല ശ്രീരാമൻ. വേഗം ഈ മുക്കുവൻ അസലായിട്ട് കാലൊക്കെ കഴുകി ഒരു പൊടിയുടെ തരി പോലും ഇല്ല എന്നൊക്കെ നല്ലോണം നല്ലോണം തുടച്ച് ശ്രീരാമനെ കയറ്റി വിശ്വാമിത്രനും ശ്രീരാമനും ലക്ഷ്മണനും തോണിയിൽ കയറി അക്കരെ കടത്തി വിട്ടു. അപ്പം വിശ്വാമിത്രൻ അവർ മൂന്നാളും കൂടി മിഥിലയിലേക്ക് പോയി, അല്ലെങ്കിൽ മിഥിലയിൽ എത്തി എന്നാണ് പറഞ്ഞത് കേട്ടോ. വളരെ ഒരു രസകരമായിട്ടുള്ളൊരു ഒരു ഭാവനയാണത്. അത് ഞാൻ ആക്ച്വലി ഞാൻ വായിച്ചാലിപ്പോൾ ഈ ആധ്യാത്മികരാമായണത്തിൽ ഇത്രയല്ലോ കേട്ടോ. വേറൊരു കഥ ഞാൻ ആരെങ്കിലും അതായി അവരുടെ ഭാവന കൂട്ടിയതാവും കേട്ടോ. ഈ തോണിക്കാരൻ ശരിക്കും ഗുഹൻ്റെ ഒരു പിന്നെ എന്താ പറയുക അസിസ്റ്റൻ്റ് ആണെന്നൊക്കെയാണ് അത് വേറൊരാളെ വായിച്ചത്. അത് ഇനിയിപ്പോൾ വേറെ രാമായണത്തിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ഞാനൊരു ഇത് വായിച്ചിട്ടുണ്ട് പണ്ടാട്ടോ. അതിലെങ്ങനെയാ വെച്ചാൽ ഗുഹൻ്റെ അസിസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ ഗുഹൻ അവിടെ നിൽക്കുന്നുണ്ട്, ഇയാൾ പിന്നെ എന്താണ് ശ്രീരാമൻ വരണ്ട പറഞ്ഞപ്പോൾ ഗുഹനും വന്നു. അപ്പോൾ അക്കരെ കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇയാളെ വിളിച്ചു. അപ്പോൾ ഇയാൾ വന്നപ്പോൾ കയറാൻ പാടില്ല പറഞ്ഞപ്പോൾ ഗുഹന് ദേഷ്യം വന്നു. എന്താണ് ശ്രീരാമചന്ദ്രസ്വാമിയോടാണ് നീ കയറാൻ പാടില്ല, കാലൊന്ന് കഴുകട്ടെ പറയണത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു വരട്ടെ എന്താ അവൻ അങ്ങനെ എൻ്റെ കാല് കഴുകിയിട്ട് മതി കയറാൻ എന്ന് പറയാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ ഗുഹ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യൂ, അവൻ പറയട്ടെ എന്താണെന്ന് പറഞ്ഞു ശ്രീരാമൻ. അപ്പം ഇത് പറഞ്ഞു എന്നൊക്കെയാണ് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ വേറെ വല്ല രാമായണത്തിലും അങ്ങനെ ഉണ്ടാവും. അനവധി രാമായണം ഉണ്ടല്ലോ. വേറെ വല്ല രാമായണത്തിലും ആ രാമായണം എഴുതിയ ആൾ അയാളുടെ ഭാവനയും കൂടി കൂട്ടിയിട്ടുണ്ടാവേ. പക്ഷേ പിന്നെ എന്താണ് ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അധ്യാത്മരാമായണം വ്യാസൻ്റെ കേട്ടോ. അപ്പം നമുക്ക് 6ഉം 7ഉം ചെയ്യാം. വിദേഹസ്യ പുരം പ്രാതർ ഹൃഷി വാടം സമാവിശദ് പ്രാപ്തം കൗശികമാകർണ്യ ജനകോതിമുദാന്വിതഃ. ജനക അതിമുദാന്വിതഃ എന്നാണ്.
जनकोऽतिमुदान्वितः पूजाद्रव्याणि सङ्गृह्य सोपाध्याय समाययौ दण्डवत् प्रणिपत्याथ पूजयामास कौशिകം. എന്താണ്? പ്രാതഃ വിദേഹസ്യ പുരം, അതായത് രാവിലെ വിദേഹം വെച്ചാൽ ആരാണ്? ജനകൻ. പിന്നെ വിദേഹൻ്റെ രാജധാനിയെ പ്രാപിച്ചിട്ട് ഋഷിവാടം സമാവിശത്, ഋഷികൾ വസിക്കുന്ന സ്ഥാനത്തെ പ്രാപിച്ചു. അതായത് പിന്നെന്താണ്, മിഥിലയിലെത്തി. എന്നിട്ട് ഋഷിമാരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് എത്തി. കൗശികം പ്രാപ്തം, അപ്പം അവിടെ വിശ്വാമിത്രൻ വന്നു എന്ന് കേട്ടിട്ട് ആകർണ്യ. അപ്പോൾ മിഥിലയിലെത്തി. ഋഷിമാരൊക്കെ അവിടെ താമസിക്കണം, അതായത് ഈ രാജധാനിയിലത്തെ ഋഷിമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ മഹർഷിമാരൊക്കെ ഉണ്ടാവും. എല്ലാ കാലത്തും ആരെങ്കിലും മഹർഷിമാരൊക്കെ താമസിക്കണവരും ഉണ്ടാവും, അല്ലാതെ വന്നു പോണവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് താമസിക്കാനൊരു നല്ലൊരു സ്ഥലമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, വലിയ രാജധാനിയല്ലേ. അപ്പോൾ അതിനോട് അറ്റാച്ച്ഡായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് ഇരുന്നു വിശ്വാമിത്രൻ. അപ്പോൾ ആൾക്കാരൊക്കെ പോയി പറഞ്ഞു, ഇതാ വിശ്വാമിത്ര മഹർഷി വന്നിട്ടുണ്ട്, ഇവിടെ ഇതാ ഇരിക്കേണ്ട ആശ്രമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടു ജനകൻ. എന്നിട്ട് മുദാന്വിത ജനക, വളരെ സന്തോഷത്തോടു കൂടി ജനക മഹാരാജാവ് പൂജാദ്രവ്യാണി സംഗ്രഹ്യ, കയ്യിൽ പൂജാദ്രവ്യങ്ങളും കയ്യിൽ പിടിച്ച് സോപാധ്യായ ഉപാധ്യായനോട് കൂടിയവനായിട്ട്, അതായത് ഗുരുവിനെയൊക്കെ കൂട്ടി സമായയൗ സമായാനം ചെയ്തു വന്നു, അവിടെ എത്തി. ദണ്ഡവത് പ്രണിപത്യ, എന്നിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. അഥ കൗശിക പൂജയാമാസ, അങ്ങനെ വിശ്വാമിത്രനെ പൂജിച്ചു എന്ന്. അതായത് രാവിലെ വിദേഹരാജാവിൻ്റെ മിഥില എന്ന പട്ടണത്തിൽ വിദേഹരാജാവാണ് ജനകനെ. വിദേഹരാജാവിൻ്റെ പട്ടണമായിട്ടുള്ള മിഥിലയിലെത്തിയിട്ട് ഋഷികളൊക്കെ താമസിക്കണ ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ രാജാവിനെ ഋഷികളൊക്കെ വിവരം അറിയിച്ചു, ഇതാ വിശ്വാമിത്ര മഹർഷി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ സന്തോഷമായി ജനക മഹാരാജാവിന്. അത്ര വലിയൊരു ഗസ്റ്റല്ലേ, എത്ര കേമനായിട്ടുള്ള മഹർഷിയാണ്. അപ്പോൾ വേഗം സന്തോഷിച്ച് പൂജാദ്രവ്യങ്ങളൊക്കെ എടുത്ത് തൻ്റെ ഇവരെയൊക്കെ വിളിച്ച് ഒപ്പമുള്ളവരെയൊക്കെ കൂട്ടി വിശ്വാമിത്രനെ കണ്ട് നമസ്കരിച്ച് ദണ്ഡ നമസ്കാരം ചെയ്തു. എന്നിട്ട് വേണ്ട പോലെ ആദരിച്ച് പൂജിച്ചു. എത്ര വലിയ രാജാവാണെങ്കിലും മഹർഷിമാരെ ബ്രാഹ്മണ ഭക്തി അവർക്കൊക്കെ നല്ലോണം ഉണ്ടേ. ബ്രാഹ്മണ ഭക്തി പറഞ്ഞാൽ ഇവിടെ എന്താ അറിയോ, ബ്രഹ്മജ്ഞാനിയാണ്. ബ്രഹ്മജ്ഞാനികളെ ഭക്തി അന്നൊക്കെ രാജാക്കന്മാർക്കുണ്ട്. അപ്പോൾ വിശ്വാമിത്രനെ വേണ്ട പോലെ ആദരിച്ച് പൂജിച്ച് ആദരിച്ചു. വിദേഹസ്യ പുരം പ്രാതർ ഋഷിവാടം സമാവിശദ് പ്രാപ്തം കൗശികമാകർണ്യ ജനകോതിമുദാന്വിത പൂജാദ്രവ്യാണി സംഗൃഹ്യ സോപാധ്യായ സമായയൗ ദണ്ഡവത് പ്രണിപത്യാഥ പൂജയാമാസ കൗശികം. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, എഴുത്തച്ഛൻ്റെ അങ്ങനെ ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഈ കാല് കഴിയിക്കണ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എന്താ വെച്ചിട്ടുണ്ടോ, അതാ നമുക്ക് മിഥിലയ്ക്ക് പോവാമെന്ന് പറഞ്ഞു. എന്നിട്ട് സത്വരം ചെന്നു, മിഥിലാപുരമകം പോക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചെന്നതു കേട്ട നേരം മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനക മഹീപതി സംഭ്രമ സമന്വിതം. അതാണ് സന്തോഷവും ഒരു വന്നു എന്നറിഞ്ഞിട്ടേ എന്താണ്, പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടു ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. അത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഈ എന്താ പറയുക, തോണിക്കാരൻ്റെ കഥയൊന്നും വിട്ടു. അത് ആധ്യാത്മരാമായണത്തിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും എഴുത്തച്ഛൻ ആ കഥ വിട്ടു. കാരണം വ്യാസൻ്റെ ഭാവനയാണെന്ന് വിചാരിച്ചിട്ട് ഇനി അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാവും. എന്തായാലും അതൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി 8 കൂടിയും ചെയ്യാം നമുക്ക് കേട്ടോ. പപ്രച്ഛരാഘവൗ ദൃഷ്ട്വാ സർവലക്ഷണ സംയുതൗ ദ്യോതയന്തൗ ദിശ
സർവാശ്ചന്ദ്രസൂര്യാവിവാപരൗ അപരൗ പുത്രസൂര്യൗ ഇവ. ഈ രണ്ട് ചന്ദ്രസൂര്യന്മാരോ എന്ന് തോന്നുമാറ്. അതാണ് വേറെ ചന്ദ്രനും സൂര്യനോ, ആകാശത്തിൽ സൂര്യനും ചന്ദ്രനുണ്ട്, പക്ഷെ ഇത് വേറെ ഒരു ചന്ദ്രസൂര്യന്മാരാണോ എന്ന് തോന്നുമാറ് സർവാദിശ ദ്യോതയന്തൗ, ദിക്കുകളെ മുഴുവൻ പ്രകാശിപ്പിക്കുകയാണ് ഇവർ. ആരെ? ശ്രീരാമൻ ലക്ഷ്മണനും. അപ്പോൾ വേറെ രണ്ട് ചന്ദ്രസൂര്യന്മാരാണോ എന്ന് തോന്നുമാറ് ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നവരും സർവലക്ഷണ സംയുക്തവും, എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവരും ആയ അവരെ കണ്ടിട്ട് ജനക മഹാരാജാവ് ഇപ്രകാരം ചോദിച്ചു എന്നാണ് പറഞ്ഞത്. പപ്രച്ഛ, അതായത് സൂര്യചന്ദ്രന്മാരെ പോലെ പ്രകാശിക്കുന്ന രണ്ട് ബാലന്മാരെ കണ്ടിട്ട് വിശ്വാമിത്രൻ്റെ അടുത്ത് അവർ നിൽക്കണ കണ്ടിട്ട് ജനമഹാരാജാവിന് അത്ഭുതമായിട്ട് ഇപ്രകാരം ചോദിച്ചു. പപ്രച്ഛ രാഘവൗ ദൃഷ്ട്വാ സർവലക്ഷണ സംയുതൗ ദ്യോതയന്തൗ ദിശ സർവാശ്ചന്ദ്രസൂര്യ വിവാപരൗ. വേറൊരു സൂര്യനും ചന്ദ്രനാണോന്ന് തോന്നി, കാരണം ദിക്കുകൾ മുഴുവൻ പ്രകാശിച്ചു അവർ വന്നപ്പോഴേ. ഭഗവാനല്ലേ. 9 കൂടി എന്തായാലും ചെയ്യാം. കസ്യൈതൗ നരശാർദൂലൗ പുത്രൗ ദേവസുതോപമൗ മനഃ പ്രീതികരൗ മേദ്യ നരനാരായണാവിവ. ദേവസുതോപമൗ നരശാർദൂലൗ ഏതൗ. ദേവപുത്രന്മാരെ പോലെ കണ്ടാൽ ദേവന്മാരാന്ന് മനസ്സിലാവും, അത്ര ദൈവീകത്വമുണ്ട്. അങ്ങനെ മനുഷ്യക്കുട്ടികളാണേനും ഈ 2 പേർ കണ്ട മനുഷ്യന്മാരാണ്, പക്ഷെ ദൈവീകത്വമുള്ള മനുഷ്യന്മാർ. അങ്ങനെയുള്ള ഈ 2 പേര് ഏതൗ എന്ന് പറഞ്ഞുവല്ലോ, നരശാർദൂലൗ ഏതൗ കസ്യ പുത്രൗ, ഇതാരുടെ പുത്രന്മാരാണ് ചോദിച്ചു വിശ്വാമിത്രനോട്. ഇതാരാ നീ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ വന്നിരിക്കുന്നത്? നരനാരായണോ ഇവ, നരനാരായണന്മാരാണോ? നരനാരായണ മഹർഷിമാരെ പറഞ്ഞില്ലേ ബദരിയിൽ ഇരിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ. ആ നരനാരായണ മഹർഷിമാരാണോ? ആദ്യമേ മനപ്രീതികരോ, ഇപ്പോൾ എൻ്റെ മനസ്സിന്, എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരെ കണ്ടിട്ട് മനസ്സിന് വലിയൊരു സന്തോഷം. ഇവർ നരനാരായണന്മാരാണോ? ഇതാരാ ഇവർ, ആരുടെ മക്കളാണ് എന്നൊക്കെ ചോദിച്ചു. ആര്? ജനക മഹാരാജാവ്. കാരണം ഇവരുടെ ഒരു ദിവ്യത്വം കണ്ടിട്ട്, സൂര്യേന്ദ്രന്മാരെ പോലെ ദിക്കുകളെ പ്രകാശിപ്പിക്കണമെന്ന് പറഞ്ഞുവല്ലോ, അത്രയൊരു ദിവ്യമായിട്ടുള്ള ഒരു രൂപങ്ങളാണ് ഇവർ. അപ്പം അവരെ കണ്ടപ്പോൾ മനുഷ്യക്കുട്ടികളാണെങ്കിൽ പോലും വല്ലാത്ത ദിവ്യത്വം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വിശ്വാമിത്രനോട് ചോദിച്ചു, എന്താ കസ്യപുത്രവും, ഇവരാരുടെ പുത്രന്മാരാണ്? നരനാരായണന്മാരാണോ അങ്ങയുടെ കൂടെ വന്നിരിക്കുന്നത്? ഇവരെ കണ്ടിട്ട് എൻ്റെ മനസ്സ് വളരെയധികം സന്തോഷിക്കണു. അങ്ങനെയാണല്ലോ, ആ ഒരു പോസിറ്റീവ് എനർജി ഇവരിൽ നിന്ന് വരുന്നുണ്ടേ. അപ്പം അത് കാരണം ജനകന് നല്ല മനസ്സിന് സന്തോഷം. അതാണ് ആരാണ് ചോദിക്കണത്. അപ്പം നമുക്ക് 9 വായിച്ച് നമുക്ക് ഇവിടെ നിർത്താട്ടോ. കസ്യൈതൗ നരശാർദൂലൗ പുത്രൗ ദേവസുതോപമൗ മനഃ പ്രീതികരൗ മേദ്യ നരനാരായണാവിവ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.